ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഫ്രാഞ്ചൈസി എടുക്കാൻ പണം വേണ്ട. അതേപോലെ തന്നെ ഇത് പഠിപ്പിച്ചു തരാൻ പണം വേണ്ട. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പൈസ മേടിച്ചിട്ടാണോ? നോ. പണമില്ലാതെ ഈ 5 സ്റ്റാർ ഹോട്ടൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമാണ്. അതായത് ഒരാൾക്ക് 18,000 GST എങ്ങാണ്. എന്നാലോചിച്ച് 200 പേർക്ക് എത്രയായി? 36 ലക്ഷം രൂപയായി. ഓക്കെ, എന്തിനാ? ഇത് ഒരു റിവേഴ്സ് കളിയാണ്. അതായത് ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവരെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കഴിവുണ്ടാക്കി തന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് ബിസിനസ് എടുപ്പിച്ചിട്ട് ആ കാശ് മേടിച്ചെടുക്കും. ക്ലിയർ ആയോ? ഇന്ന് ഞങ്ങൾ എഴുതി വെക്കും ഇവിടെ വന്ന ആൾക്കാരുടെ പേര്. നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞങ്ങൾ പിന്മാറും. പക്ഷെ എന്തില്ല, ആദ്യം പണം വേണ്ട. പക്ഷെ എന്ത് ചെയ്യും? ഇന്നല്ലെങ്കിൽ നാളെ അത് വസൂലാക്കിയിരിക്കും. അത് ഡെഫിനറ്റാണ്. ശിവ എടുത്തു വെച്ചോ, ഇപ്പൊ വേണ്ട, ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ കടച്ചോ. അതായത് അത് പിന്നാലെ ഞങ്ങള് വാങ്ങിക്കൊള്ളാം. ഓക്കെ, അത്തരത്തിൽ ഇന്ന് ജീവിതത്തിൽ സ്വപ്നങ്ങളുള്ളവരെ അല്ലെങ്കിൽ സ്വപ്നം ഒന്നുമില്ലാത്തവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചുകൊണ്ട് ആ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് തുടങ്ങും. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിൽ ഇന്ന് കേരളത്തിലുള്ള ഒരേ ഒരു കമ്പനിയുള്ളൂ. ദാറ്റ് ഈസ് ജസ്പെറ്റ് ഇന്റർനാഷണൽ. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണം അല്ലെ? അതും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതും പ്രീമിയം. ക്ലിയർ ആയോ? 1 ഇന്നോവേഷൻ, 2 പ്രീമിയം. അതിലിന്ന് നമ്മുടെ വില ആരുണ്ട് ഇവിടെ? അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഈ ജസ്പീഡ് ഇന്റർനാഷണൽ കമ്പനി പൈസ വേണ്ട, സ്കില്ല് വേണ്ട, പിന്നെ ടാലന്റ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഈ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ ഈ കമ്പനിക്ക് 9 ഗേറ്റുകളുണ്ട്. ഈ കമ്പനിയിൽ വന്നോ? പക്ഷേ സക്സസ് ടെസ്റ്റ്. നമ്പർ 2, ബിലീവബിലിറ്റി ടെസ്റ്റ്. ഞാൻ ഈ കമ്പനിയിലേക്ക് പോകുമ്പോൾ ബിലീവബിലിറ്റി, ഈ കമ്പനിയെ വിശ്വസിക്കാൻ പറ്റുമോ? കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 1 എന്താ? നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോയിന്റാണ് 1. 2, ബിലീവബിലിറ്റി, എനിക്ക് ഈ കമ്പനിയെ വിശ്വസിക്കാൻ പറ്റുമോ? 3, കൾച്ചർ, ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത, സംസ്കാരം നിങ്ങൾക്കുണ്ടോ? ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതില് പറയണത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ എന്നോ എടുത്തൊരു തീരുമാനമാണ്, ആ പ്രവൃത്തികളാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡോളി മേഡം ടീച്ചർ ആവാൻ വേണ്ടി പഠിച്ചു. ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തികളിൽ നിന്ന് ശീലമായി രാവിലെ എഴുന്നേൽക്കുന്നു, കോളേജിൽ പോകുന്നു, പഠിപ്പിക്കുന്നു. ഓക്കെ, അതിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്? ഞാൻ എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അതായത് മേബിള് ബ്യൂട്ടി പാർലറിൽ തുടങ്ങാൻ തീരുമാനമെടുത്ത് തുടങ്ങി. ബ്യൂട്ടി പാർലർ എന്നും പോകുന്നു, അവിടെ ആൾക്കാരെ വെളുപ്പിക്കുന്നു, കറപ്പിക്കുന്നു, അല്ലെ? ആക്ഷൻസ്. ദെൻ ഹാബിറ്റ്സ്, അതൊരു ശീലമായിട്ട് മാറി. എന്നും തുറക്കുന്നു, അല്ലെ? ശീലമായി മാറി. അതിന്റെ റിസൾട്ട് മേബിളിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്? ഓക്കെ, അമൃത സോഷ്യൽ മീഡിയ, ഓക്കെ, തീരുമാനം എടുത്തു, പ്രൊഫഷനാക്കി എടുത്തു, ആക്ഷൻ ആക്കി, ശീലങ്ങളായി മാറി. അതിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എത്രയുണ്ട്? നമുക്ക് വേണ്ടത്ര റിസൾട്ട് ഇല്ല. അപ്പൊ ഇതില് ഈ ഡിസിഷൻസിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നമ്മുടെ ഹാബിറ്റിനെ മാറ്റണം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മുടെ ഹാബിറ്റിനെ മാറ്റേണ്ടതുണ്ട്. ഹാബിറ്റ് മാറിയില്ലല്ലോ. ഹാബിറ്റിനെ മാറ്റില്ലെങ്കിൽ ഈ തീരുമാനത്തിൽ, അല്ലെ, നമ്മുടെ തീരുമാനം മാറ്റാൻ പറ്റില്ല. ഈ തീരുമാനത്തിൽ നിന്ന് ഉണ്ടായതാണ് ഹാബിറ്റ്. ക്ലിയർ? അപ്പൊ ഈ ഹാബിറ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ എന്നും നമ്മൾ ഇവിടെ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ടി വരും. അങ്ങനെ ഹാബിറ്റ് മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കിയിരിക്കണം? ന്യൂ പ്രിൻസിപ്പിൾസ്. വാട്ട് ഇസ് പ്രിൻസിപ്പിൾസ്? ഇനി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം, നമ്മൾ പുതിയൊരു കഥ ഉണ്ടാക്കുകയാണ്. നമ്മൾ പുതിയ ഒരു റൂൾസ്. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്രിൻസിപ്പിൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ കുറച്ച് റൂൾസുകൾ ഉണ്ടാക്കണം. എന്തായിരുന്നു? എവിടെയാണ് തെറ്റിപ്പോയത്? എവിടെയാണ് ഞാൻ ശരിയാക്കേണ്ടത്? ഇനി മുന്നോട്ട് പോയാൽ എന്താണ് നടക്കുക? അപ്പൊ അതിൽ നിന്ന് റൂൾസ് ക്രിയേറ്റ് ചെയ്ത്
ആ റൂൾസിനെ പ്രിൻസിപ്പിളാക്കി മാറ്റിയിട്ട് ഇതുണ്ടോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൗ ടു മേക്ക് റൂൾസ്. നമ്മൾ എന്ത് ചെയ്തു? ഓരോരോ റൂൾസുകൾ ഉണ്ടാക്കുന്നു, അതിനെ ഫിൽട്ടർ ചെയ്യുന്നു, അല്ലെ? ഓരോ റൂൾസ് ഉണ്ടാക്കിയിട്ട് ഒരരിപ്പ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഇസ് പ്രിൻസിപ്പിൾ? എ പ്രീ ഇൻസ്റ്റാൾഡ് ഫിൽട്ടർ ഫോർ യുവർ ഫ്യൂച്ചർ. നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന, അല്ലെ, ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ഫിൽട്ടർ. പ്രീ ഇൻസ്റ്റാൾഡ് ഫിൽട്ടർ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ട്, ഇപ്പൊ എക്സാമ്പിള് ഷിബിലയുടെ ഹസ്ബൻഡ് ദുബായിലാണ്. അവിടെ എന്ത് ചെയ്തു? ഇത്ര നാളുകൊണ്ടും വിജയിച്ചിട്ടില്ല. അദ്ദേഹം ഒരു എംപ്ലോയി, ആ ഹാബിറ്റ് നിൽക്കുകയാണ്. ആ ഹാബിറ്റിനെ മാറ്റാൻ പോവാ. അപ്പൊ എന്ത് ചെയ്തു? ഷിബില പറഞ്ഞേക്കാം, ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾക്ക് എന്ത് ചെയ്യണം? നമുക്കൊന്ന് മാറി ചിന്തിക്കണം. അപ്പൊ ഇന്നലേക്ക് ഇനി ഒരു ജോലി ചെയ്യുന്നില്ല. അപ്പൊ ഇന്നലെ എന്ത് ചെയ്തു? ആ ജോലി റിസൈൻ ചെയ്തു, റൈറ്റ്? അപ്പൊ ആ ജോലി റിസൈൻ ചെയ്തു, പ്രിൻസിപ്പിൾ ആക്കി. ഇനി ജോലിക്ക് പോയിട്ട് കാര്യമില്ല, മാത്രമല്ല ദുബായിൽ നിന്നിട്ട് കാര്യമില്ല, നേരെ തിരിച്ചു വരാം. പ്രിൻസിപ്പിൾ നമ്പർ 2, പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നില്ല. പ്രിൻസിപ്പിൾ നമ്പർ 3, ഇനി എന്നെ മുതൽ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ മാത്രമേ ബിസിനസ് ചെയ്യൂ. പ്രിൻസിപ്പിൾ നമ്പർ 4, ഭാര്യയും എന്റെ ബിസിനസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി. അങ്ങനെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പെയിൻ, ഷിബില ഒരു പെയിൻ ഉണ്ട്, അല്ലെ? ഷിബിലക്ക് എന്താ പെയിൻ? ഭർത്താവ് ഗൾഫിലാണ്, കൂടെയില്ല. 2, വേണ്ടത്ര പണം കിട്ടുന്നില്ല. ദാറ്റ് ഈസ് റാഡിക്കൽ ട്രൂത്ത്. വാട്ട് ഈസ് റാഡിക്കൽ ട്രൂത്ത്? നഗ്നമായ സത്യം. ആ സത്യത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ദാറ്റ് ഈസ് റാഡിക്കൽ ട്രൂത്ത്. ദെൻ അതിലൂടെ എന്തുണ്ടായി? റാഡിക്കൽ ട്രാൻസ്പെറൻസി, സത്യം വിളിച്ചു പറയാനുള്ള കഴിവ്, അല്ലേ? സത്യം വിളിച്ചു ഇക്ക ചെയ്തത് ശരിയല്ല, റാഡിക്കൽ ട്രൂത്തിനെ ഉൾക്കൊണ്ട് അത് റാഡിക്കൽ ട്രാൻസ്പെറൻസി ആയിട്ട് മാറ്റി. അങ്ങനെ മാത്രമേ പെയിൻ ഒഴിവാക്കാൻ പറ്റൂ. അല്ലാതെ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് ഹോമിക്കപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിൻസിപ്പിൾസ് ഇതാ ഇങ്ങനെ പറയുന്നു, വൈ നീഡ് തിരുത്തുണ്ടാക്കി, റൂൾസ് ഉണ്ടാക്കി. ആ റൂൾസിനെ പ്രിൻസിപ്പിൾസ് ആക്കി. ആ പ്രിൻസിപ്പിളിനോട് ഡിസിഷൻ എടുത്തു. അപ്പൊ നോക്കി പോയതൊക്കെ തീരുമാനം മാറ്റാൻ പെട്ടെന്ന് പറ്റില്ല. ആ 10 ട്രാപ്പിൽ പെട്ട് നിൽക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും തീരുമാനം മാറ്റാൻ പറ്റില്ല. അപ്പൊ തീരുമാനം മാറ്റണമെങ്കിൽ ഹാബിറ്റ്സിനെ മാറ്റണം. ക്ലിയർ ആയോ? സത്യം തിരിച്ചറിയാം, സത്യം, റിയാലിറ്റി. ആരാണ് ഞാൻ? ഈ പോയ പോലെ തന്നെ വർഷങ്ങളോളം പോയാൽ എന്ത് നേടും ഞാൻ? ക്ലിയർ ആവുന്നുണ്ടോ? അല്ലേ? ആ സത്യത്തെ തിരിച്ചറിഞ്ഞു, അതിനെ റൂൾസ് ആക്കി, അതിനെ ഡിസിഷൻ ആക്കി, അതിനെ ആക്ഷൻ ആക്കി, അത് ശീലങ്ങളായിട്ട് മാറുമ്പോഴും റിസൾട്ടുകൾ മാറുന്നു. അപ്പൊ എന്ത് ചെയ്യണം? തീരുമാനം. എക്സാമ്പിൾ, അനുവർക്കി അറിയാലോ, ഒരുപാട് കോളെടുക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഈ അനുവർക്കിയുടെ ഹാബിറ്റ് എന്താണെന്നറിയോ? ഈ പയ്യന് എവിടെയും സ്ഥിരമായി നിൽക്കില്ല. ഇതൊരു പബ്ലിക് ഓഡിറ്റിംഗ് അനുവർക്കൊന്നും വിചാരിക്കരുത്. അതായത് ഇത് മാറ്റണമെങ്കിൽ ഒരു പബ്ലിക് ഓഡിറ്റിംഗ് മാത്രമേ സാധിക്കൂ. നമ്മൾക്ക് വന്ന തെറ്റുകൾ മനസ്സിലാക്കി സത്യത്തെ വിളിച്ചു പറയണം. അനുവർക്കി നല്ലൊരു ലീഡറാണ്, പക്ഷേ ദൈവം അവന് കൊടുത്തിട്ട് 100, അവിടെ ഏറ്റവും കൂടുതൽ ലോവർ സെൽഫിന് പിടിയുള്ള ആളാണ്. ഒരു കമ്പനി അധികാരം നിൽക്കില്ല. ഇന്ന് ഇവിടെ നിന്ന് മാസം 10 ലക്ഷത്തിന് മേലെ വരുമാനം മേടിക്കേണ്ട ആളാണ്. പക്ഷേ ലോവർ സെൽഫിന്റെ പിടിയിൽപ്പെട്ട് എന്തായി? പോയി. എല്ലാ കമ്പനി ചെയ്യണം, ശീലമായി അനുവർക്കിയല്ല, ശീലം. ആ ശീലം കൊണ്ടെത്തിച്ചു എവിടെയോ. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? റിയാലിറ്റി മനസ്സിലാക്കി, സത്യത്തെ തിരിച്ചറിഞ്ഞു. എനിക്ക് വിജയിക്കണമെങ്കിൽ മാസം 10 ലക്ഷം 20 ലക്ഷം കോടി നേടണമെങ്കിൽ സത്യം, അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ആ സത്യത്തെ തിരിച്ചറിഞ്ഞു, അതിനെ റൂൾസ് ആക്കി, അതിനെ പ്രിൻസിപ്പിൾസ് ആക്കി, അതിനെ ഡിസിഷൻ എടുത്തു. ഇനി ഈ തീരുമാനം മാറ്റുക, തീർന്നു. ക്ലിയർ ആയോ? ആ ഡിസിഷൻ ആക്ഷൻസ് ആക്കി, ഹാബിറ്റ്സ് ആക്കി മാറ്റുമ്പോൾ ആ റിസൾട്ട് വരുന്നു. അനുവർക്കി ശരിയാണോ? ഒന്ന് സത്യം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു. അനുവർക്കി സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. ശരിയല്ലേ? യെസ്, അനുവർക്കും. യെസ്, സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. അന്ന്, അല്ലേ? ബാക്കി മറന്നല്ലോ.
എന്നെ വേണമെങ്കിൽ ചീത്ത വിളിക്കാം, അല്ലെങ്കിൽ സത്യം പുറക്കെ വിളിച്ച് പറയാം. റൈറ്റ്, എന്തായാലും ഞാനറിയാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയമില്ലാത്തവരൊന്ന് കൈകൊക്കാം. ഇതെന്നാ സാറേ 6 മാസം മാറിയുന്നപ്പോഴത്തേനും ചങ്കം പറിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ സാറ് സൃഷ്ടിച്ചോ? ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനുവർക്കി, സ്ഥലം കോതമംഗലമാണ്. ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ തുടക്കം തൊട്ട് കമ്പനി തുടങ്ങി ഒരു 6 മാസം കാലയളവിന് ശേഷം ജസ്പേഡിൽ വരികയും ഒരു 6 മാസം മുമ്പ് ബാഡ് ഹാബിറ്റ് മൂലം ജസ്പേഡിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ജസ്പേഡിലില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം ജസ്പേഡിൻ്റെ സൂം മീറ്റിങ്ങിൽ ഞാൻ കയറുന്നുണ്ടായിരുന്നു. എൻ്റെ ടീമിന് ഇന്നലെ ചെയർമാൻ പറഞ്ഞപ്പോൾ ബിഷപ്പ് ബോർഡ് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. മിക്ക ദിവസവും എൻ്റെ അക്കൗണ്ടിൽ വരുമാനവും വരുമായിരുന്നു. ഞാൻ എം ഡിയുമായിട്ടുമൊക്കെ മാനേജ്മെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഫ്രണ്ട് ലൈനിലില്ലായിരുന്നു. ഈ ഹാബിറ്റിൻ്റെ ഒരു കാര്യം പറയാം. കാരണം ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കഥ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരായിരിക്കും അതിൽ? വില്ലൻ. എൻ്റെ കഥ ഞാൻ പറഞ്ഞാലോ ഐ ആം ഹീറോ. ഓക്കെ. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് പോസ്റ്റിങ്, ക്യാമ്പസ് ഇന്റർവ്യൂ കിട്ടിയ ഫസ്റ്റ് പോസ്റ്റിങ് ഇവിടെ ഈ കാക്കനാട്, യെസ് റൈറ്റ്, കാക്കനാട് കൊച്ചിൻ എക്സ്പ്ലോർ പ്രോസസ്സിംഗ് സോണിൽ നെസ്റ്റിന്റെ ഹിറ്റാച്ചിയുടെ സ്പ്ലിറ്റർ ഉണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ അന്ന് കയറിയ പിള്ളേര് 2.25 ലക്ഷം രൂപയാണ് സാലറി. 6 മാസം കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടി. His habit is my failure. I understand. നെക്സ്റ്റ്, എൻ്റെ ഫാദർ എനിക്കൊരു ഇലക്ട്രോണിക് സർവീസ് സെന്റർ കോതമംഗലം എടുത്ത് നെല്ലിവെട്ട് നിട്ടു. 6 മാസം ഓടിച്ചു. ഞാനത് എന്നിട്ട് പൂട്ടിച്ചു. ടി വി നന്നായിക്കൊണ്ട് നടക്കേണ്ട ഒരാളല്ല. വീണ്ടും ഹയർ സ്റ്റഡീസിന് പോയി. അതിൻ്റെ ഇടയിൽ ഒരു മാർബിൾ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു. മാർബിൾ കമ്പനിയിൽ ഡ്രൈവറായിട്ട് കയറി അവിടെ നിന്ന് ഇറങ്ങിയത് മാനേജറായിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് പഠിച്ചേക്കാമെന്ന് വെച്ചു. ഗുജറാത്തിൽ പോയി. അവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്ന് തിരിച്ചു വരുന്നത് മെഡിക്കൽ സിപ്ല ആൻഡ് ടൊറൻറ്റ് എന്ന കമ്പനികളുടെ സിസ്റ്റം അഡ്മിനായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ചിപ്ലർ സർവീസിംഗിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. മെഡിക്കൽ റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ധർമ്മേരി ഹോസ്പിറ്റലിൽ PRO ആയിട്ട് അടി ഉണ്ടാക്കി എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ എന്ന പദവി വലിച്ചെറിഞ്ഞിട്ട് നേരെ ജില്ലാ ബാങ്കിൽ ചെന്നു. ജില്ലാ ബാങ്കിൽ ചെല്ലുന്നത് ഒരു സെർവറിന്റെ UPS സർവീസ് ചെയ്യാൻ വേണ്ടി, സെർവറിന്റെ SMPS സർവീസ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് 56 ബ്രാഞ്ചിന്റെ സിസ്റ്റം അഡ്മിൻ പോസ്റ്റിൽ വലിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈസ് ഹാബിറ്റ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഫോക്കസ് ഇല്ല. ഒരിടത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഞാൻ അങ്ങ് ചെയ്യാനുള്ളതൊക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. അപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യും. ഫോക്കസ് ഇല്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പണിയെല്ലാം കളഞ്ഞ് എല്ലാം വീട്ടിലിരുന്ന് കൊറോണ കാലത്ത് ഒരു വീടങ്ങ് കൊടുത്തു. അതുവരെ ഞാൻ ഫിനാൻഷ്യലി സേഫായിരുന്നു. അന്യാഹങ്കാരമായിരുന്നു. കാരണം 2500 രൂപയ്ക്ക് ഗുജറാത്തിൽ ജോലിക്ക് കയറിയ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 25,000 രൂപ സാലറി ഇൻ 2005. എനിക്ക് അഹങ്കരിക്കാം അല്ലേ? ജില്ലാ ബാങ്കിൽ വെറും SMPS സർവീസ് ചെയ്താൽ 450 രൂപ കിട്ടുന്നിടത്ത് 60,000 രൂപ സാലറിയും 1 ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് അവർക്ക് വേണ്ടി സ്പെയറുകൾ സപ്ലൈ ചെയ്ത് AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അഹങ്കാരം. അവസാനം ഈ മനുഷ്യന്റെ കയ്യിലൊന്നും കിട്ടും. പക്ഷേ ഓക്കെ, വിധി സമ്മതിച്ചില്ല. പക്ഷേ 6 മാസം കൊണ്ട് ജസ്പേഡിന് എത്താൻ പറ്റുന്ന ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ എന്നെ ആക്കി മാറ്റിയ വ്യക്തിയാണ് ഈ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ആകാൻ പറ്റില്ല എന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. അതല്ല റിയാലിറ്റി. നിങ്ങൾക്കും സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പല യാത്രകളും ഉണ്ടായിരുന്നു. കമ്പനിയുടെ പല ക്രൈസിസിലും
കമ്പനി ശ്വാസം നിലയ്ക്കുന്ന ഒരു പോയിന്റ് വന്നപ്പോൾ കമ്പനി ആ ദൗത്യം എന്നെ ഏൽപ്പിക്കുകയും അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്തു. അതിനകത്തൊക്കെ കമ്മിറ്റഡ്, ഡെഡിക്കേഷൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പക്കയാ, കുരുത്തമില്ല, ഇതെല്ലാം പക്കയാ. പക്ഷെ എന്തില്ല? കുരുത്തല്ല. ഈ ഹാബിറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് പുതിയ മേഖലകളെ തപ്പിക്കൊണ്ടുപോയി ഒരു മേഖല വന്നു. ആ മേഖല സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ ഞാനത് ജോയിൻ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ട് പോയി. അപ്പം ഞാൻ നിങ്ങളോട് സ്റ്റോറി പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സെൻട്രൽ മിനിസ്ട്രിയുടെ ഓർഗനൈസേഷൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടാർഗറ്റ് ഇന്ത്യയിൽ ഏത് എയർപോർട്ടിലും എവിടെ കയറി ചെല്ലാൻ റൈറ്റുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ ടാർഗറ്റ് ഇന്ന് വരെ ജസ്പേഡിൻ്റെ ഓഫീസിലോ ജസ്പേഡിൻ്റെ മീറ്റിങ്ങിനോ കയറിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നട്ടൊരു വിത്തുണ്ട്. അത് ജസ്പേഡിൻ്റെ ടാർഗറ്റ്. അതിനു മേളിൽ ഉള്ളതൊന്നുമില്ല. ഇനി ജസ്പേഡ് ഞാൻ വിട്ടുപോയി, ജസ്പേഡ് എന്നിൽ നിന്ന് പോയി, ഞാൻ ജസ്പേഡിനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ മുൻകാല അനുഭവത്തിനൊരു പോയിന്റ് പറഞ്ഞല്ലോ. ഓക്കെ, യെസ്, മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് പറഞ്ഞു. കാരണം ജസ്പേഡിൽ നിന്ന് പോയ ആളുകളൊക്കെ ജസ്പേഡിനെതിരെ സംസാരിക്കും. എൻ്റെ വീട്ടിലൊരു പത്രപ്രവർത്തകൻ വെളുപ്പിനെ 8:30 വന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ചത്, സാറ് സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു ഓർഗനൈസേഷനിൽ ജോലി കിട്ടി, സാറിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനാണെന്ന് പറഞ്ഞു. എന്നെ ജാടയല്ലേ, കിട്ടുന്നു കേട്ടായിരുന്നു. ഞാൻ വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിയാമോ? എന്നോട് ജസ്പേഡ് മാനേജ്മെൻറ്റിനും ജസ്പേഡിനെതിരെ സംസാരിക്കാൻ പറഞ്ഞു. തുടങ്ങിയത് ഇവിടെയൊന്നുമല്ല. ഞാൻ പുള്ളി മറയൂര് DFOയെ പോയി കണ്ടു. സാൻഡൽവുഡ് നിങ്ങൾ പറയും, ജസ്പേഡ് പറയുന്നത് ശരിയല്ല, സാറ് കൂടെ നിന്നാൽ നമുക്കത് പൊളിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ പല ബിസിനസ്സും ചെയ്യും, പല ബിസിനസ്സിലേക്കും മാറും, പക്ഷേ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ്. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞു തന്നു, സാറ് ഒരു 2021 ഒരു റൂള് വന്നപ്പോൾ, ഒരു ഗവൺമെൻറ് റൂള് വന്നപ്പോൾ കമ്പനിയെ കൂട്ടാൻ പോകുന്ന സമയത്തൊക്കെ സാറ് കൂടെ നിന്ന ആളുകളാണ് മറ്റുള്ളവരൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ. എനിക്കത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാരുടെ വഴിയെ ഈ സാധനം വന്നത്, ഇതാരാണ് ഈ വ്യക്തിക്ക് ഈ ആശയം കൊടുത്തതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ബൈ എന്ന് പറഞ്ഞു. വിസിറ്റിംഗ് കാർഡ് മേടിച്ചു. അപ്പം തന്നെ എൻ്റെ തുടയിൽ വെച്ച് വിസിറ്റിംഗ് കാർഡ് വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാൻ MDക്ക് വാട്സപ്പ് അയച്ചു. വിത്തിൻ സെക്കൻഡ് സാറേ എന്നെ ഒരുത്തം വന്ന് കണ്ടിട്ടുണ്ട്, അവനാള് ശരിയല്ല, അവനെ പിടിച്ചോളണം. ഞാൻ ആ പുള്ളിയോടും പറഞ്ഞു, നേരെ MDനെ പോയി കണ്ടോ, MDയോട് നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചോ, ഞാനിപ്പോൾ ജസ്പേഡിലില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാനിപ്പോൾ ജസ്പേഡിലില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ MDനെ പോയി കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. MD എന്ത് ചെയ്തു? ഡീൽ ചെയ്തില്ലേ. ഇന്നത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിന് ശേഷം ഇദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറയുമോ? ഗ്രാറ്റിറ്റ്യൂഡ് 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 എന്ന് പറയും. നമുക്ക് നന്മ കിട്ടുമ്പോൾ സ്തുതി പാടുന്നതല്ല, നമ്മൾക്ക് തിന്മ കിട്ടുമ്പോഴും നീ സ്തുതി പാടുന്നുണ്ടെങ്കിൽ, നല്ലത് പറയുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ റിയൽ ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ജസ്പേഡിൻ്റെ ഈ അവസരം എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. NIRDC കൊണ്ട് നിയർ ബൈ ഒരു കാര്യം കൂടി പറയാം. NIRDC പ്രവർത്തിച്ചതുകൊണ്ട് ഒരു 2 മാസം മുമ്പ് ഒരു പുതിയ ബാങ്ക് കേരളത്തിൽ 100ഓളം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാങ്ക് വരുന്നുണ്ട്. കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ മേഖലയിൽ ബാങ്കിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സ്റ്റാഫ് ഇൻ്റർവ്യൂ, ബ്രാഞ്ച് മാനേജർ തൊട്ട് ഫീൽഡ് ഓഫീസർ വരെയുള്ള സ്റ്റാഫ് ഇൻ്റർവ്യൂ ഞാനാണ് നടത്തിയത്. അവരെന്നോട് ബയോഡേറ്റ ചോദിച്ചു. ബയോഡേറ്റ ഞാൻ കൊടുത്തില്ല. അവസാനം എൻ്റെ ആധാർ കാർഡ് എവിടുന്നോ തപ്പി പിടിച്ച് എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. ദ GM ഓഫ് NBCS ബാങ്ക്സ്. 60,000 രൂപ സാലറി, 40,000 രൂപ സ്റ്റൈഫൻഡ് ആൻഡ് 1 lakh rupees ഇൻസെൻറ്റീവ്. ഇതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് ഇന്ന് ജസ്പേഡിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു സത്യം തിരിച്ചറിഞ്ഞ് ഒരു പുതിയ നിയമവും പ്രിൻസിപ്പിളും മനസ്സിലാക്കി ഒരു ഡിസിഷൻ മേക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്ഷനും ഹാബിറ്റുമായി മാറും. എൻ്റെ ഹാബിറ്റ് ഒരിടത്ത് കുറേ നാൾ നിൽക്കുന്നതെന്നല്ല എങ്കിൽ ജസ്പേഡിലൂടെ നിലനിൽക്കുക എന്ന ഹാബിറ്റ്
ഹാബിറ്റിലേക്ക് ഞാൻ ട്രാൻസ്ഫോർമേഷൻ, ഇന്നലെ ചെയർമാൻ പറഞ്ഞ ചേഞ്ച് അല്ല ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. ആ ട്രാൻസ്ഫോർമേഷന്റെ റിസൾട്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.